Debate with Dr. Arun Kumar. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 14 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CBI കോടതി വിധി CPM-നും സർക്കാരിനും കനത്ത പ്രഹരമായി. കേസിൽ കോടികൾ തുലച്ച് CBI അന്വേഷണത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ പോയ സർക്കാരിന് മുന്നിൽ ചോദ്യങ്ങൾ ഏറെയാണ്. 2 കുടുംബങ്ങളെ അനാഥമാക്കിയ അരും കൊലയിൽ CBI അന്വേഷണത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ പോയത് എന്തിനാണ്? ആരെ സംരക്ഷിക്കാനാണ്? കൊലയിലും തെളിവുകൾ നശിപ്പിച്ച ഗൂഢാലോചനയിലും പങ്കാളികളായ പാർട്ടി പ്രവർത്തകരെ രക്ഷിക്കാൻ പൊതുഖജനാവിൽ നിന്ന് കോടിപ്പണം ചെലവാക്കിയത് ശരിയാണോ? ക്രിമിനലുകൾക്ക് വേണ്ടി അപ്പീൽ പോകുമെന്ന പാർട്ടി തീരുമാനം ശരിയോ? തോറ്റത് സർക്കാരോ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം രൂപേഷ് കൃപേഷിൻ്റെ പിതാവ് നമുക്കൊപ്പം ചേരുന്നു. കൃഷ്ണൻ, സത്യനാരായണൻ ശരത്ലാലിൻ്റെ പിതാവും നമുക്കൊപ്പമുണ്ട്. അതിനുശേഷം നമുക്ക് മറ്റതിഥികളിലേക്ക് പോകാം. ആദ്യം ഞാൻ സത്യനാരായണനിലേക്ക് പോകുന്നു. സത്യനാരായണൻ, വല്ലാതെ വേദനിപ്പിച്ച ആ സംഭവത്തിൻ്റെ 6 വർഷത്തിനു ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നത്. വിധിയിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരല്ല എന്ന് രാവിലെ പ്രതികരിക്കുന്നത് കേട്ടു. ഇനിയിപ്പോൾ സർക്കാർ അപ്പീൽ പോകും എന്നാണ് ഇപ്പോൾ പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അത് സർക്കാരാണോ പോവുക എന്നത് വ്യക്തമല്ല. ഈ ഘട്ടത്തിൽ പാർട്ടി അപ്പീൽ പോകുമെന്ന് പറയുമ്പോൾ അതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശരത്ലാലും ഒപ്പം കൃപേഷിൻ്റെയും കുടുംബവും ഈ അപ്പീലിനൊപ്പം പോകുമോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിധിയെ എങ്ങനെയാണ് കാണുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഹലോ, കേൾക്കാം. സത്യനാരായണൻ, വിധിയിൽ പൂർണ്ണ തൃപ്തരല്ല എന്ന് പറയുമ്പോഴും പാർട്ടി അപ്പീൽ പോകുമെന്ന് പറയുന്നു. CPM പാർട്ടി ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പറയുന്നു. നിരപരാധികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് LDF കൺവീനർ പറയുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയും അപ്പീൽ പോകുമല്ലോ. വിധി എങ്ങനെയാണ് കാണുന്നത് സത്യനാരായണൻ? വിധി പൂർണ്ണമായിട്ട് ശിക്ഷാവിധി വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് എല്ലാം തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ ശിക്ഷാവിധി കോടതിയിലകത്ത് കിടക്കുകയല്ലേ. 3-ാം തീയതി മാത്രമേ നമുക്കത് വ്യക്തമായ അതിൻ്റെ രൂപം മനസ്സിലാവും. അതുവരെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ അപ്പീൽ പോകണ്ടേ എന്നുള്ളതൊക്കെ നമ്മളിതിൻ്റെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം നിയമവശം പരിശോധിച്ച് നമ്മൾ പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച് നടത്തേണ്ട ഒരു കാര്യമാണ്. അത് മുൻകൂട്ടി നമ്മൾ വിധി പൂർണ്ണമായി വരാതെ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നത് ശരിയല്ല. പക്ഷേ വന്നിടത്തേക്ക് 14 പ്രതികളെ, അതായത് CPM-ൻ്റെ ഉന്നത നേതാക്കളടക്കം കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതിൽ വളരെയധികം തൃപ്തരാണ് നമ്മൾ അക്കാര്യത്തിൽ. അവരെ കുറ്റക്കാരായി തെളിയിക്കാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെടുത്താനും നമ്മൾക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളത് കാര്യം, അവരെ ഗൂഢാലോചനയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കോടതിയിൽ നമ്മൾ കേസ് പൂർണ്ണമായി വിധി വരാത്തത്തോളം കാലം നമ്മൾക്ക് അതിനെക്കുറിച്ച് മുൻകൂട്ടി പറയാൻ തയ്യാറില്ല. കാരണം അത് കോടതിയുടെ വരട്ടെ. അതിനുശേഷം നിയമപരമായി നമ്മൾക്ക് വന്നതിന് ശേഷം ആലോചിക്കാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യത്തിൽ ഇതുവരെ വന്ന കോടതി വിധി തൃപ്തരാണ് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും 10 പേരെ CBI കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ചുരുങ്ങിയ പക്ഷം മുൻ MLA KV കുഞ്ഞിരാമനടക്കം ഏരിയ സെക്രട്ടറി അടക്കം പാർട്ടിയിലെ ഉന്നതർ ഈ കേസിൽ ഇതുപോലെ ശിക്ഷിക്കപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സത്യനാരായണൻ? ക്രൈംബ്രാഞ്ച് ആയിരുന്നു അന്വേഷിച്ചിരുന്നതെങ്കിൽ? ഇല്ല, അവരെ അതെ, അതിന് തെളിവുണ്ടല്ലോ. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയത്ത് ഉന്നതരിലേക്ക് അന്വേഷണം പോകുമ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതാണല്ലോ. 3-4 ഉദ്യോഗസ്ഥന്മാരെ മാറ്റി അവരുദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ അന്വേഷണം നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ അത് പാർട്ടിയിലേക്ക് സംവിധാനത്തിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഉദ്യോഗസ്ഥരെ 4 ഉദ്യോഗസ്ഥരെ മാറ്റിയല്ലോ. അപ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ നിന്ന് മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് സംശയം തോന്നിയില്ലേ? അപ്പോൾ നമ്മൾക്ക് എവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിശ്വസിക്കുക? കാരണം അത് ഒരിക്കലും നീതി കിട്ടില്ല എന്നുള്ള ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ CBI അന്വേഷണമായി ഹൈക്കോടതിയെ സമീപിക്കുന്നതും അവിടെ നിന്ന് CBI അന്വേഷണത്തിനുള്ള സിംഗിൾ ബെഞ്ചിൻ്റെ അനുമതി കിട്ടുന്നതും. അപ്പോൾ ആ അനുമതി ആരന്വേഷിച്ചു കഴിഞ്ഞാലും കുറ്റക്കാരെ കണ്ടുപിടിക്കണം, അവരെ ശിക്ഷിക്കണമെന്ന് ബോധ്യമുള്ള ഒരു സർക്കാർ എന്താ ചെയ്യുക? ആരന്വേഷിച്ചാൽ എന്താ കുറ്റക്കാരെ കണ്ടോട്ടെ എന്ന് പറയും. അവർ അപ്പീൽ പോകേണ്ട കാര്യമുണ്ടോ? ഈ സർക്കാരിന്
അവിടെ ഡിവിഷൻ ബെഞ്ചിൽ പോയി അപ്പീൽ കൊടുത്തു. ഡിവിഷൻ ബെഞ്ചിൽ വാദം കഴിഞ്ഞു. അപ്പോൾ എത്ര കാശ, കോടിക്കണക്കിന് ഉറുപ്പികയല്ലേ ഈ സാധാരണക്കാരൻ്റെ പണം വാരി കൊടുക്കുന്ന, എന്താ അവർക്ക് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അവിടെ പോയി സുപ്രീം കോടതി വരെ പോവാണ്. സാധാരണ മനുഷ്യർക്ക് ഒരു ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യർ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു പ്രസ്ഥാനം കൂടെയില്ല, ഒരു സമൂഹം നമ്മൾ കൂടെയില്ലായിരുന്നു, നമ്മളെന്തുപോയി മരിച്ച കൂട്ടി പോയി, തീർന്നു, അത്രയേ ഉള്ളൂ സർക്കാരിൻ്റെ. അപ്പോൾ സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് തീരുമാനിച്ചുറച്ചൊരു കാര്യമാണ്. അതിനെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നുള്ളത് ബോധ്യമാണ്. ഈ CBI എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അപ്പോൾ അത് പല രൂപത്തിലും പല ഭാവത്തിലും അല്ലാതെ വരുത്തി തീർക്കാൻ അവർ കഥകൾ മെനയും. അത് പിന്നെ എല്ലാ കേസുകളിലും എല്ലാ പ്രവൃത്തിയിലും അവർ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് വില കൽപ്പിക്കുന്നില്ല. ആത്മവിശ്വാസത്തോടെയും തൻ്റെ അടുത്തോടെ ധൈര്യത്തോടെയും ഈ കേസിനെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് നമ്മൾ ഇതിനെ ഒരുങ്ങി പുറപ്പെട്ടത്. അതിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് പോകുമ്പോൾ അതിനുവേണ്ടി വക്കീൽമാർക്ക് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നികുതിപ്പണം, അത് ശ്രീ സത്യനാരായണൻ്റെയും ശ്രീ കൃഷ്ണനെ പോലുള്ള ആളുകളുടെയും നമ്മളുടെ എല്ലാവരുടെയും നികുതിപ്പണമാണ്. അതിൽ ആ നികുതിപ്പണം കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ? അതായത് സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ക്രിമിനലുകൾക്ക് വേണ്ടി അപ്പീൽ പോവുക എന്നുള്ളത്. ഇവിടെ ഇത് സംഭവിച്ചു എന്നതാണ്. അപ്പോൾ അത് ആ പാർട്ടി പ്രവർത്തകരെ രക്ഷപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ ഒരു ഗൂഢനീക്കമായിരുന്നു. അതെ, പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കുക, അങ്ങനെ ക്രിമിനലുകളെ നാട്ടിൽ പാർട്ടിക്കകത്ത് വെക്കുക, ആ ഗൂഢനീക്കം, ഈ ഗൂഢാലോചനയുമാണ് ഇവരെ ഈ ക്രൈംബ്രാഞ്ചിന് വിടാനും അന്വേഷണം ഒരു ദിശയില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ക്രൈംബ്രാഞ്ചിനെ ഇവിടത്തേക്ക് വിട്ടതും. അപ്പോൾ അതുകൊണ്ട് CBI വന്നാൽ ഒരുപക്ഷെ കുറ്റക്കാരെ പിടിക്കപ്പെടുകയും അപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സുപ്രീം കോടതി വരെ ഒരു സർക്കാർ പോകേണ്ട കാര്യം. അല്ലെങ്കിൽ ഒരിക്കൽ എന്താ സർക്കാരിന് ഇത്രയും വലിയൊരു ഇതിൻ്റെ നമ്മൾക്ക് ഈ സുപ്രീം കോടതി വരെ ഈ കാശെടുത്ത് ചിലവൊക്കെ പോകേണ്ട കാര്യം? അത് വ്യക്തമല്ലേ ജനങ്ങളെ, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം ഇത് വ്യക്തമായി പറയാവുന്ന കാര്യമല്ല. നിയമസഭക്കകത്ത് അടക്കം മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഞങ്ങൾ ഇനിയും എടുക്കും, ഇനിയും പോകും. അപ്പോൾ എന്തൊരു ധിക്കാരമാണ്, എന്താ ഗവൺമെൻറ്റാണ് ജനങ്ങളോടുള്ളത്, എന്തൊരു ഭരണാധികാരിയാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ ഇവിടെ എങ്ങനെ ജീവിക്കും? അപ്പം നമ്മൾ എങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ കുട്ടികളെ കൊന്നിട്ട് നമ്മൾക്കെതിരെ പോകും, ഇനിയും പോകും എന്ന് വീമ്പിളക്കുന്ന ഒരു സർക്കാർ, ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭരണം നടത്തേണ്ട സർക്കാർ സംരക്ഷണം തരുന്നില്ല എന്ന് മാത്രമല്ല, അവരെ വീട്ടിൽ തകർക്കുകയാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി. ഇതൊക്കെ ഒരു നാടിന് ആപത്താണ്. അതുകൊണ്ട് വിഷമം, നമ്മൾക്ക് മക്കൾ മരിച്ചതിൽ കൂടുതൽ ഈ നാടിൻ്റെ സ്ഥിതിയെ ഓർത്താണ് നമ്മൾ ദുഃഖിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടി പോയി വരാം. ശ്രീ കൃഷ്ണൻ, കൃപേഷിൻ്റെ ആത്മാവിനും അതേപോലെ ശരത്ലാലിൻ്റെ ആത്മാവിനും നീതി കിട്ടി എന്ന് കരുതുന്നുണ്ടോ? പക്ഷേ അപ്പോഴും 24 പേരിൽ 10 പേരെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അതെന്നുവെച്ചാൽ നീതി കിട്ടിയെന്ന് ചോദിച്ചാൽ നീതി കിട്ടിയിട്ടുണ്ട്. ഈ 24 പ്രതികളിൽ 14 പ്രതികളെയും കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, വളരെ തൃപ്തിയാണ്. പക്ഷേ എന്നാലും ഒരു 10 പേരെ ഒഴിവാക്കിയതിൽ ഇവരൊക്കെ കൂടുതൽ പങ്കെടുത്തവരാണ്. ഈ പ്രതികളെയൊക്കെ കൊണ്ടുവിടാനും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിന്നവരാണ് ഈ പ്രതികൾ. ഈ 10 പേരിൽ കുറച്ച് പ്രതികൾ, അവരൊക്കെ ഒരു ശിക്ഷ കിട്ടാത്തതിൽ വളരെ വേദനയുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇതുള്ളൂ. ബാക്കി ഇപ്പോൾ 14 വരെ രക്ഷിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എന്താ വെച്ചാൽ അതിൽ കാര്യമായ നേതാക്കന്മാർ, പാർട്ടിയുടെ ഉന്നത അറിയപ്പെടുന്ന KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, ബാലകൃഷ്ണൻ, അങ്ങനെ പല നേതാക്കന്മാരും അതിൽ പെട്ടതിനെ കൊണ്ട് പാർട്ടിക്ക് തന്നെ ഒരു ക്ഷീണമാണിത്. അവർ പറഞ്ഞത് വെച്ചാൽ ഈ കൊലക്ക് പാർട്ടിക്കൊരു ബന്ധമില്ല, പാർട്ടിക്ക് അറിയില്ല, ഇത് ഒരു സംഘടനത്തിലെ കൂടി ബലപ്പെട്ടതാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇതുവരെ ഈ 6 കൊല്ലമായിട്ട് അവർ ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നേരെ തിരിഞ്ഞ് അവരെ പ്രതികളായി, അവർ ഈ പാർട്ടി അതിന് മുൻ MLA കുഞ്ഞിരാമൻ അടക്കം ഈ പ്രതികളായതിനെ കൊണ്ട് ഞങ്ങൾക്ക് അത് വളരെ സന്തോഷമുണ്ട്. അത് ഈ പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ കൃഷ്ണൻ, ഓരോ നിമിഷവും ഈ കേസ് CBIക്ക് വിടണമെന്ന നിങ്ങളുടെ ആവശ്യത്തെ തള്ളി സർക്കാർ അപ്പീൽ പോകുമ്പോൾ എന്താണ് തോന്നിയത് ശ്രീ കൃഷ്ണൻ? അതെന്നത്തെ തോന്നിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പാവപ്പെട്ട ഞങ്ങളെ 2 മക്കളെ ഇവർ പാർട്ടി അനുഭാവികൾ, പാർട്ടി മെമ്പർമാർ കുത്തി റോഡ് കരയിൽ ഇട്ടിട്ട് അവർക്ക് വേണ്ടി
കോടിക്കണക്കിന് ഉറുപ്പ്യക്ക് ഖജനാവ് നിർത്തി ചിലവാക്കിയിട്ടാണ് CPI അന്വേഷണം എതിർക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്ന് ഇവിടെ ബാധിച്ചത്. പക്ഷെ അത് ഞങ്ങളെ കൂടെയല്ലേ നിൽക്കേണ്ടത്, പ്രതികളെ കൂടെയാണ് നിൽക്കേണ്ടത്. ഈ മക്കൾ നഷ്ടപ്പെട്ട അച്ഛന്മാരുടെ കൂടെയാണ് ഈ ഗവൺമെൻറ് നിൽക്കേണ്ടത്. ഇവരൊക്കെ ഞങ്ങളൊക്കെ വോട്ടും വാങ്ങി ജയിച്ചു പോയി. സംവിധാനമല്ലേ അതിൻ്റെ വരുന്നത്. അതെ. ശ്രീ സത്യനാരായണൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 1,10,00,000 മറ്റോ ആണ് ഈ അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് വക്കീലന്മാർക്ക് സുപ്രീം കോടതി വരെ സംസ്ഥാന സർക്കാർ പൊതുഖജനാവിൽ നിന്ന് മുടക്കിയിരിക്കുന്നത്. ഈ പണം യഥാർത്ഥത്തിൽ പാർട്ടിയിൽ നിന്ന് തിരിച്ചു പിടിക്കേണ്ടതല്ലേ സത്യനാരായണൻ? അത് പാർട്ടിയിൽ നിന്ന് തിരിച്ചു പിടിക്കുക മാത്രമല്ല, ഞങ്ങളെക്കൊണ്ട് ചെലവ് കഴിച്ചതിന് അത് തുക തരികയും വേണം. അവർ ഒരു സത്യസന്ധമായ ഒരു മനുഷ്യത്വമുള്ള ഒരു സർക്കാരാണെന്നെങ്കിൽ, ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഒരു നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ, ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ അത് നേരെ തിരിച്ച് അവർക്ക് വേണ്ടിയല്ല ആ പണം ഞങ്ങളെക്കൊണ്ട് ചിലവാക്കിച്ച് ഇത്രയും പ്രയാസപ്പെടുത്തി ഞങ്ങൾക്ക് ആ പണം തന്ന ഈ കേസിൻ്റെ നടത്തിപ്പിന് ചിലവായ തുക ഞങ്ങൾക്കാണ് തരേണ്ടത്. ആ പാർട്ടിക്കാരോട് വാങ്ങിച്ച് തരേണ്ടത്. സർക്കാരിൻ്റെ പണം കളയേണ്ടവരല്ല അവർക്കത് അവർ ചെയ്യില്ല എന്നുള്ളത് വാസ്തവമാണ്. അവർക്ക് അങ്ങനെയുള്ള ഒരു മനുഷ്യപരമായ ഒരു കാര്യങ്ങളില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എങ്കിലും നമ്മൾ എൻ്റെ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ CPM എന്നൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ നാടും ഈ ഭരണവും ഇത് ജനങ്ങൾക്ക് മൊത്തം ഒരുപോലെ കാണുന്നില്ല. അപ്പോൾ ഒരു വിഭാഗീയത പ്രശ്നം മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി വെക്കുന്നു, അവരെ കൊല്ലുന്നു. എന്തൊരു മനോഭാവം നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ സ്ഥിതി തുടർന്നാൽ ഈ നാട് നശിച്ചു പോകുമെന്നുള്ളത് വളരെ വാസ്തവമാണ്. അതിൻ്റെ ഒരു പ്രതികാരം പോലെയാണ് നമ്മൾ ഇത്ര ഈ വേദനയിടയിലും ഈ കേസ് ഇവിടം വരെ കൊണ്ടെത്തിച്ച് 6 വർഷമായി നമ്മൾ പോരാടുന്നു. എത്ര വേദനായകം, എത്ര പ്രയാസങ്ങൾ, എത്ര കഷ്ടപ്പാടുകൾ, ഇതൊക്കെ ഈ ഒരു കേസിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യിക്കുക, എങ്കിലും നമ്മളെ അവിടെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ആ സർക്കാരിനുള്ളൂ. നമ്മളൊരു കേസ് മാത്രമല്ല, പല കേസുകളിലും അങ്ങനെയാണ്. ഇവിടെ ശമ്പളം കൊടുക്കാനില്ല, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. ഇതൊക്കെ വാരിക്കോരി കൊടുത്ത് ഇവരെ പ്രതികളെ രക്ഷിച്ച് ക്രിമിനൽ വളർത്തുന്ന ഒരു സർക്കാർ ഇവിടെ നാട് വാണു കഴിഞ്ഞാൽ കുറേ നാളാണ് എന്തായിരിക്കും ഈ സ്ഥിതി. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ കുറച്ച് തിരക്കുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീ സത്യനാരായണൻ. ഈ സമയത്തും നമ്മളോടൊപ്പം പ്രതികരിച്ചതിന് ശ്രീ കൃഷ്ണൻ നന്ദി. മക്കളുടെ വേദനയിലും വലിയ വേദനയാണ് സത്യനാരായണനും കൃഷ്ണനും. ഈ സർക്കാർ സംവിധാനം പ്രതികൾക്കൊപ്പം നിന്നു എന്നറിയുമ്പോൾ അതിൽ ഇരകളായ മനുഷ്യർക്കൊപ്പം ആ കുടുംബത്തോടൊപ്പം നിലയുറപ്പിക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പം, ക്രിമിനലുകൾക്കൊപ്പം അവരെ സംരക്ഷിക്കത്തക്ക രീതിയിൽ CBIയുടെ അന്വേഷണം വേണ്ട എന്ന നിലപാടെടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ട് മുതിർന്ന അഭിഭാഷകരെ വെച്ച് കേസ് വാദിച്ച രീതി അത് തങ്ങളുടെ ഹൃദയം തകർത്തുവെന്നാണ് സത്യനാരായണൻ പറയുന്നത്. ഈ നിയമ പോരാട്ടത്തിൽ അവർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂലിപ്പണിക്കാരായ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതിൽ അവർക്ക് ചിലവായ തുകയെങ്കിലും ചുരുക്കത്തിൽ ഈ സർക്കാർ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അത് ന്യായമായ ആവശ്യവുമാണ്. കൃപേഷും ശരത്ലാലും 2 ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരുടെ അവർ കുടുംബത്തിൻ്റെ അത്താണികളായിരുന്നു. ആ കുടുംബത്തിൻ്റെ അത്താണികളെയാണ് 2019 ഫെബ്രുവരി 17:45 കാത്തിരുന്ന ഒരു കൊലയാളി സംഘം അവരുടെ മേൽ നരികളെ പോലെ വീണ് നായാട്ട് നടത്തിയത്. ആ നരനായാട്ടിൽ 2 കുടുംബങ്ങളുടെ അത്താണിയാണ് നഷ്ടപ്പെട്ടു പോയത്. ആ മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ സങ്കടം എത്ര പറഞ്ഞാലും മാറില്ല. അതിനേക്കാൾ സങ്കടമുണ്ടെന്ന് സത്യനാരായണനും കൃഷ്ണനും പറയുന്നു. അവർക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പം, ക്രിമിനലുകൾക്കൊപ്പം നിലപാടെടുത്ത സർക്കാരിൻ്റെ നിലപാട് ഇനിയും അപ്പീൽ പോകും എന്ന് നിയമസഭയിൽ പറഞ്ഞ ധാർഷ്ട്യം വല്ലാതെ വേദനിപ്പിച്ചുവെന്നും സത്യനാരായണൻ പറയുന്നു. നമുക്ക് വെൽക്കം ബാക്ക്. കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ക്രൂരമായ അരും കൊലയിൽ പ്രതികൾക്കു വേണ്ടി CBI അന്വേഷണം വേണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ പോയ സർക്കാരിൻ്റെ നടപടി ഒടുവിലിപ്പോൾ ശരത്ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ പറയുന്നത് പോലെ അതൊരു പിതാവിൻ്റെയും ഒപ്പം ഇരകളുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. സർക്കാർ തോറ്റു എന്നാണ് ചോദ്യം. 24 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു. നമുക്കൊപ്പം അഡ്വക്കേറ്റ് T അസഫ് അലി, മുൻ DGP, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPM പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം അഡ്വക്കേറ്റ് T അസഫ് അലിയിലേക്ക്. അഡ്വക്കേറ്റ് T അസഫ് അലി, പല കേസുകളും അങ്ങ് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഈ കേസിൽ, പെരിയരെ ഇരട്ടക്കൊല കേസിൽ ക്രിമിനലുകൾക്ക് വേണ്ടി എന്ന മട്ടിൽ സുപ്രീം കോടതി വരെ CBI അന്വേഷണം ആവശ്യമില്ല എന്ന വാദവുമായി പോയ സർക്കാരിൻ്റെ നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ CBI കോടതി മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം ഈ കേസിൽ പ്രതികളാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു, കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. സർക്കാരിനേറ്റ പ്രഹരമാണോ, സർക്കാരിനേറ്റ മുഖത്തടിയേൽക്കുകയാണോ ചെയ്തത്? സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഈ കോടിക്കണക്കിന് രൂപ അഭിഭാഷകർക്ക് നൽകിക്കൊണ്ട്
ഈ കേസ് വാദിച്ചതിനെ എങ്ങനെയാണ് അഡ്വക്കേറ്റ് ടി അസഫ് അലി താങ്കൾ കാണുന്നത്? ഈ ഒരു സർക്കാരിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവർ ഇരകളോടൊപ്പമാണ്. ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് സൊസൈറ്റിയാണ്. ഇതിൽ വിക്ടിംസിന് വേണ്ടി ആ വിക്ടിംസിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റാണ്. ഇവിടെ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, ഇവിടെ എന്നല്ല ഇപ്പോൾ പല കേസുകളിലും CPM നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രവർത്തകന്മാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ അത് അട്ടിമറിക്കാൻ സർക്കാർ നടത്തുന്ന നീചമായ ഹീനമായ ചില പ്രവൃത്തികളാണ് വളരെ പ്രകടമായി കാണാൻ കഴിഞ്ഞത്. ഈ കേസിൻ്റെ സ്ഥിതി അറിയോ? 17/2/2019 സംഭവം നടന്നു. ഒരു 2 ദിവസം കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിക്കൊണ്ട് ഉത്തരവിട്ടു. ആ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ട് ക്രൈംബ്രാഞ്ച് ചെയ്തിരിക്കുന്ന വളരെ നിയമവിരുദ്ധമായ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ചില പ്രവൃത്തികൾ, ക്രൈംബ്രാഞ്ച് വളരെ ധൃതിപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നു. അപ്പോൾ ആ കേസിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ക്രൈംബ്രാഞ്ചിൻ്റെ ഉന്നത തലത്തിലുള്ള നീക്കമുണ്ടായി എന്നുള്ളതാണ് മാതാപിതാക്കൾ അത്ര പെട്ടെന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെയും ഹൈക്കോടതിയും സമീപിക്കേണ്ടി വന്നത്. യു ജസ്റ്റ് ഇമാജിൻ, ആയുധങ്ങളെല്ലാം കണ്ടെടുത്തു. ഈ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആയുധങ്ങൾ പിറ്റേ ദിവസം തന്നെ ഒരു കിണറ്റിൽ നിന്നെടുക്കുന്നു. ആ ആയുധത്തിൽ രക്തം പുരണ്ട ആയുധങ്ങൾ ഒരു ഫോറൻസിക് സർജനെ കൈമാറാതെ, പെട്ടെന്ന് അയാളെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാതെ, അദ്ദേഹത്തെ കാണിക്കാതെ സീൽ ചെയ്തു മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയച്ചു കളഞ്ഞു. ക്രൈംബ്രാഞ്ച് നടത്തിയ ആദ്യത്തെ പദമാണ്. നിങ്ങൾ ഇന്നിപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ട പീതാംബരൻ, ആ പീതാംബരൻ ഈ സംഭവത്തിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഒരു യോഗം വിളിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട പ്രതികളുടെ ഒരു യോഗം. അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു, ഞാനിതാ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്നു. ആ യോഗ തീരുമാനപ്രകാരം കോൺവോയായി സംഭവ സ്ഥലത്തേക്ക് പോകുന്നു. സ്വാഭാവികമായി ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ ആരാണ്? ഈ ഗൂഢാലോചനയുടെ പ്രതികളായി വരേണ്ടവരല്ലേ? നിങ്ങളറിയുമോ, ക്രൈംബ്രാഞ്ചിൻ്റെ ആരംഭത്തിൽ തന്നെ ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം സാക്ഷികളായിരുന്നു. ആ സാക്ഷികൾ കോടതിയിലെത്തിയാൽ ഉണ്ടാവുന്ന സംഭവം എന്താണ്? മാത്രമല്ല, ഈ ഹീനകൃത്യം ചെയ്ത് ഈ പ്രതികൾ ആ സംഭവ സ്ഥലത്ത് എത്തുന്നത് കോൺവോയ് ആയിട്ടാണ്. കുറേ വാഹനങ്ങളുടെ വാഹന വ്യൂഹത്തിൽ കൂടിയാണ്. അത് കഴിഞ്ഞ് ഒരു വെളുത്തോളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഈ കുറ്റകൃത്യം ചെയ്ത ടെററിസ്റ്റ്, ഞാൻ അവരെ വിളിക്കുക ഭീകരന്മാരെന്നാണ്, അവരെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാനുണ്ടായിരുന്നത് പാർട്ടി നേതാക്കന്മാരായിരുന്നു. ആ പാർട്ടി നേതാക്കന്മാർ അവിടെ നിന്ന് ഒരു അജ്ഞാതമായ ഫോൺ വരുന്നു. ഞാനതാ പറഞ്ഞത്, ഈ കേസ് അന്വേഷണം ഇവിടെ അവസാനിക്കില്ല. CBIയുടെ അന്വേഷണം പൂർണ്ണമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഈ കേസ് അന്വേഷണം ഇനിയും തുടരാനിരിക്കുന്നേയുള്ളൂ. അവിടെ നിന്നൊരു ഫോൺ വരുന്നു പ്രതികൾക്ക്. അവരെല്ലാം ഈ പ്രതികൾ ധരിച്ച വസ്ത്രങ്ങളെല്ലാം തീയിലിട്ട് ചുട്ടുകരിക്കുന്നു. അവരുടനെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കുറ്റകൃത്യത്തിൻ്റെ ആസൂത്രണത്തിൻ്റെ അതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ്? പാർട്ടിയാണ്. CBI അന്വേഷണം സിംഗിൾ ജഡ്ജ് പുറപ്പെടുവിച്ചു. ഡിവിഷൻ ബെഞ്ച് അത് ശരിവെച്ചു. ഡിവിഷൻ ബെഞ്ച് 9 മാസം കഴിഞ്ഞിട്ടാണ് വിധി പറഞ്ഞത്, അതും ഒരു കത്ത് കൊടുത്തതിന് ശേഷം. എന്നിട്ടും കേസ് ഡയറികൾ CBIക്ക് കൈമാറണമെന്ന ഉത്തരവുണ്ടായിട്ട് പോലും കേരള പോലീസ് കേസ് ഡയറി കൈമാറിയില്ല. സിംഗിൾ ജഡ്ജിന്റെ വിധി വന്നതിന് ശേഷം കൈമാറിയില്ല. കണ്ടംപ്റ്റ് കൊടുത്തു മാതാപിതാക്കൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ. ഡിവിഷൻ ബെഞ്ച് അത് ശരിവെച്ചു. സുപ്രീം കോടതിയിൽ പോകുന്നതിൻ്റെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കേരള പോലീസ് പ്രതികൾക്ക് വേണ്ടി, പ്രതികൾക്കല്ല, എല്ലാ സംരക്ഷണവും പരിരക്ഷയും ഒരു 2 ചെറുപ്പക്കാരെ വളരെ ദാരുണമായി വെട്ടിക്കൊന്ന കേസിൽ പ്രതികളോടൊപ്പം നിൽക്കുന്ന ഒരു ക്രൈംബ്രാഞ്ച് ഇവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സുപ്രീം കോടതിയിലെ വിധി വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേസ് ഡയറിയിൽ കൈമാറാൻ തയ്യാറായത്. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഈ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന DGP ഉണ്ട്, AG ഉണ്ട്, സ്പെഷ്യൽ GPമാരുണ്ട്, 100 ചില്ലാണം GPമാരുണ്ട്. അവരെല്ലാം പ്രഗത്ഭമതികളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവരെല്ലാം മാറ്റി നിർത്തി മോദി സർക്കാരിൻ്റെ കാലത്ത് സോളിസിറ്റർ ജനറൽമാർ, അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന
2 അഭിഭാഷകന്മാരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇവിടെ കൊണ്ടുപോകും. വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്? ഞാൻ പറയട്ടെ, ഈ കൊലപാതകം CPM പാർട്ടി ആവിഷ്കരിച്ചതാണ് എന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് ഞാൻ പറയാം. ഈ സംഭവം കഴിഞ്ഞ് ആ മാതാപിതാക്കളെ സമാശ്വസിപ്പിക്കാൻ ആ പ്രദേശത്തെ MLA ആയിരുന്ന അന്നത്തെ മന്ത്രി ചന്ദ്രശേഖരൻ പോയി. ഈ സംഭവം കഴിഞ്ഞ് ഈ നിമിഷം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മിസ്റ്റർ പിണറായി വിജയൻ. ആ സംഭവത്തെ അപലപിക്കാനോ അതിൽ ആ മാതാപിതാക്കൾക്ക് ദുഃഖം രേഖപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ഈ 2 ചെറുപ്പക്കാരുടെ വീട്ടിന്റെ തൊട്ടടുത്തൊരു പരിപാടിയിൽ വന്നിട്ട് പോലും പിണറായി വിജയൻ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇറ്റ്സ് നോട്ട് ദി CPM ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന വസ്തുത വിസ്മരിച്ചു പോയി. അപ്പൊ ഒരു പാർട്ടിയുടെ ആളുകളും കൊലയാളികൾക്ക് രക്ഷ നൽകാൻ വേണ്ടി, അവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്ര പരസ്യമായി, കശ്മീർ ഭീകരവാദികൾ പോലും ഇത്ര പരസ്യമായി ഒരു പാർട്ടിയുടെ പാട്രണേജ് ഒരു കൊലക്കുറ്റം ചെയ്ത പ്രതികൾക്ക് വേണ്ടി ആരോപണമാണ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം ടി അസഫ് അലി. മാത്രമല്ല, ആ കൊല നടത്തിയ രീതി പോലും അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഭീകരവാദിക്ക് മാത്രം ചേരുന്ന രീതിയിലാണ്. ഭീകരവാദികൾ മാത്രം ചെയ്യുന്നത്. മുഖം പോലും തകർത്ത് രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ പോലും ആകാത്ത തരത്തിലാണ് കൊലപ്പെടുത്തിയത്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നമുക്കൊപ്പമുണ്ട്, CPM പ്രതിനിധി. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ടി അസഫ് അലി സൂചിപ്പിച്ചത് താങ്കൾ കേട്ട് കാണുമല്ലോ. നമ്മൾ കേട്ടിട്ടുണ്ടോ പ്രതികൾക്കൊപ്പം നിലയുറപ്പിക്കുന്ന സർക്കാർ എന്ന ഒരു ടാഗ് ഈ സർക്കാരിന് കൊടുത്ത ഒരു കുപ്രസിദ്ധമായ കേസായിട്ട് മാറുകയില്ലേ? CBIയിലെ ഈ കോടതിയുടെ ഇന്നത്തെ വിധി സർക്കാരിൻ്റെ മുഖത്തേറ്റ പ്രഹരമല്ലേ? പാർട്ടി ആസൂത്രണം ചെയ്ത് പാർട്ടി പ്രതികളെ സംരക്ഷിക്കാൻ ഗൂഢാലോചന നടത്തി പാർട്ടിയുടെ താല്പര്യത്തിൽ സർക്കാർ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ക്രിമിനലുകൾക്ക് വേണ്ടി കോടതിയിൽ പോയൊരു കേസ് എന്ന നിലയിലായിരിക്കുമോ ഈ പെരിയ കേസ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക? സർക്കാർ തോറ്റോ? കെ എസ് അരുൺകുമാർ. ഇല്ല, ഇവിടെ ശ്രീ ആസഫ് അലി അടക്കം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടത്തുകയാണ്. ഇത് 2019 മുതൽ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന ആരോപണമാണ്. അദ്ദേഹം പറഞ്ഞത് CBI കോടതി ട്രയൽ പൂർത്തീകരിച്ച് വിധി പറഞ്ഞ കേസ്, അതായത് ശിക്ഷ മാത്രമേ പറയാനുള്ളൂ, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കേസ്, ആ കേസിൽ ഇനിയും അന്വേഷണം തുടരും എന്നാണ് പറഞ്ഞത്. അത് എങ്ങനെയാണ് അന്വേഷണം തുടരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ഏറ്റെടുത്തു. 14 പ്രതികൾ അടങ്ങുന്ന തരത്തിൽ കുറ്റപത്രം കൊടുത്തു. ആ കുറ്റപത്രം സിംഗിൾ ജഡ്ജ് റദ്ദാക്കി. സ്വാഭാവികമായിട്ടും കുറ്റപത്രം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകാറില്ല. തുടർ അന്വേഷണത്തിന് ഓർഡർ കൊടുക്കാറാണ് സാധ്യത. അത് ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് കുറ്റപത്രം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദ് ചെയ്തു. ആ കുറ്റപത്രം തന്നെ നിലനിൽക്കും, റിവൈവ് ചെയ്തു. അതിനുശേഷം അന്വേഷണം പൂർത്തീകരിച്ച് ഫർദർ റിപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം CBI എൻക്വയറി വന്നു. CBI റിപ്പോർട്ട് കൊടുത്തു. 10 പേരെ കൂടുതലായി പ്രതിപ്പട്ടികയിൽ ചേർത്തു. മൊത്തം 24 പ്രതികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു പാർട്ടി ഗൂഢാലോചന. ഇപ്പൊ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം കഴിഞ്ഞ 5 വർഷമായി 6 വർഷമായി ഇവിടെ തുടരെ CPM-നെതിരെ ആരോപിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ CBI കണ്ടെത്തിയ 10 പ്രതികൾ, ആ 10 പ്രതികളിൽ 6 പേരെയും ഇന്ന് CBI കോടതി വെറുതെ വിട്ടില്ലേ? അതിൽ 3 പേർക്കെതിരെ ഉള്ള കുറ്റം എന്ന് പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ ജീപ്പിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ബെയിലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ 225 വകുപ്പ് പ്രകാരമുള്ള ഒരു കുറ്റമാണ് അവർക്കെതിരെ നിലനിൽക്കുമെന്ന് പറഞ്ഞത്. അതിൽ ഒരാളെ മാത്രമാണ് 302 ഫൈൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന് വന്നു, ആ ഫോണിലേക്ക് അദ്ദേഹം തിരിച്ചു വിളിച്ചു എന്നുള്ള ആരോപണമാണ് നിൽക്കുന്നത്. സാധാരണ CBI അന്വേഷിക്കുന്ന കേസുകളിൽ, പ്രത്യേകിച്ച് CBI കണ്ടെത്തുന്ന പ്രതികൾക്കെതിരെ ഇങ്ങനെയാണോ പ്രാഥമികമായിട്ട് നടക്കുന്ന ട്രയൽ കോടതി ശിക്ഷ വിധിക്കുന്നത്? അതായത് ഇവിടെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികൾ, ആ പ്രതികളെ മുഴുവൻ, ആ പ്രതികളിൽ ആദ്യ 8 പേർക്ക് കുറ്റം തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വിധിന്യായമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ ഏതെങ്കിലും CPM നേതാക്കൾക്കെതിരെ ഗൂഢാലോചന തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഇല്ലല്ലോ. ഇവിടെ 225 അതിൽ ഗൂഢാലോചന ഏതാണൊന്ന് പറഞ്ഞേ, ഏതാ പ്രതി ഏതൊന്ന് പറഞ്ഞേ. രാവിലെ മുതൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുകയാണല്ലോ. അല്ല, മണികണ്ഠനെതിരെ ഒരു ഗൂഢാലോചന ഇല്ല. ഒന്ന് വായിച്ചേ. ഗൂഢാലോചന ഇല്ല, ഒന്ന് വായിച്ചേ. ഏതാ ഒരു വരി ഒന്ന് വായിച്ചേ. മണികണ്ഠനെതിരെ 225 സെക്ഷൻ പ്രകാരം. ബാക്കി പ്രതികളോ അവർ CPM-ുമായി സെക്ഷൻ 225 ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ പ്രാദേശികമായി 2019 ജനുവരി മാസത്തിൽ ഒരു 307 കേസുണ്ടായി. ആ 307 കേസിൽ
ഇതിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തി 1-ാം പ്രതിയായിരുന്നു. കൊല ചെയ്യപ്പെട്ട രണ്ടാമത്തെ കക്ഷി 9-ാം പ്രതിയായിരുന്നു. ആ കേസിൽ പരിക്കേറ്റവർ കൃത്യമായി ആശുപത്രിവാസം കഴിഞ്ഞു. സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു പ്രതികരണം ഉണ്ടായി, ഒരു വിഷയങ്ങളുണ്ടായി. ഇതൊന്നും CPM-ന്റെ സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വം, ഏരിയ നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല. ഇത്തരത്തിലുള്ള അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, മണികണ്ഠൻ എന്ന പ്രതിക്കെതിരെ തെളിവ് നശിപ്പിക്കൽ ചർച്ചയിട്ടില്ലേ? ഞാൻ വായിക്കാം. അക്യൂസ് നമ്പർ 14, 20 to 21 are found guilty for the committed of offence 225 IPC and they are convicted thereunder. Whereas A14 is found not guilty for the offence punishable under section 201, 212 and 120B IPC and is acquitted for the said offence under section. അതായത് അദ്ദേഹത്തിനെതിരെ തെളിവ് നശിപ്പിക്കുന്നതില്ല, കുറ്റവാളികളെ സംരക്ഷിക്കുന്നതില്ല, ക്രിമിനൽ ഗൂഢാലോചന ഒന്നും ഈ മണികണ്ഠൻ എന്ന 14-ാം പ്രതിക്കെതിരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ 20 മുതൽ 22 വരെയുള്ള പ്രതി CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗം, മുൻ MLA അടക്കമുള്ളവർക്കെതിരെ പോലും 212 ഇല്ല, പ്രതികളെ സംരക്ഷിച്ചു എന്നുള്ള ഒഫൻസ് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ 120B തെളിയിക്കപ്പെട്ടിട്ടില്ല. ആകെയുള്ളത് 2-ാം പ്രതി പോലീസ് ജീപ്പിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന രൂപത്തിൽ ഒരു വേഗമായിട്ടുള്ള ഒരു ആരോപണം. അതായത് CPM-ലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഗൂഢാലോചന കുറ്റമില്ലെങ്കിൽ ഇത് പാർട്ടി ആസൂത്രണം ചെയ്തതാണ് എന്ന ആരോപണം പൊളിയും. അഡ്വക്കേറ്റ് അസഫ് അലി, ആരാണ് A1? ലോക്കൽ കമ്മിറ്റി അംഗമല്ലേ അദ്ദേഹം? CPM-ന്റെ നേതാവല്ല അദ്ദേഹം. CPM അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 307 ഈ ജനുവരി മാസത്തിൽ ഇതേ പ്രതികൾ, ഇതേ ഇരകളാക്കപ്പെട്ടിരിക്കുന്ന 2 യുവാക്കളും പ്രതി ചേർക്കപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംഘർഷമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് CPM-ന്റെ വാദം. അറിയുമോ നിങ്ങൾ അറിയുമോ ആ വൂണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടിനോ? ആ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു പരിക്ക് പറ്റിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ 2 പേരെ കൊല്ലണം എന്നാണോ CPM-ന്റെ ദിക്ത? ഈ സംഭവത്തിന് മുമ്പ് ഒരു യോഗം ചേർന്നു, സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ആ യോഗത്തിൽ ഏറ്റവും ഉണ്ടായിരുന്നു, A5 ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ വെച്ച് ഈ പീതാംബരൻ പ്രഖ്യാപിക്കുന്നു, ഞാനിതാ 2 പേരെ കൊല്ലാൻ പോകുന്നു. ദീസ് ആർ ഓൾ അഡ്മിറ്റഡ് ഫാക്ട്സ്. ക്രൈംബ്രാഞ്ച് കേസ് ഡയറി എന്റെ മുമ്പിലുണ്ട്. പക്ഷെ അപ്പോഴും തീരുമാനപ്രകാരമാണ് ഏരിയ സെക്രട്ടറിക്കെതിരെയോ MLA-ക്കെതിരെയോ ഒരു ഗൂഢാലോചന കുറ്റമോ തെളിവ് നശിപ്പിക്കൽ പോലുമോ ചാർത്താൻ സാധിച്ചിട്ടില്ല CBI-ക്കെങ്കിൽ ബാക്കിയുള്ളത് ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണെന്നാണ് അരുൺകുമാറിന്റെ വാദം. നോ, പാർട്ടി ഓഫീസിലല്ലേ ഇവരെ പാർപ്പിച്ചത്. കോടതിയുടെ വിധി, ഞാനത് ആദ്യം പറഞ്ഞത്, ഈ CBI-യുടെ അന്വേഷണം ഒരു പെർഫെക്റ്റ് പറഞ്ഞത്. ഞാൻ കേസ് നടത്തിയ ഒരു അഭിഭാഷകനാണ് മിസ്റ്റർ അരുൺ. CBI അന്വേഷണത്തില്ല, CBI അന്വേഷണം പൂർണ്ണമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ പാർട്ടി ഓഫീസിലാണ് ഇവരെ പാർപ്പിച്ചത്. തർക്കമുണ്ടോ? ഈ വെളുത്തോളി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പ്രതികളുടെ ഗ്യാങ് അവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചത് CPM നേതാക്കന്മാരാണ്. ഇവരുടെ വസ്ത്രങ്ങൾ തീവെച്ച് കത്തിക്കാൻ വേണ്ടി ഒരു ഫോൺ കോൾ വന്നിരുന്നു. ദിസ് ആർ ഓൾ കേസ് ഡയറിയിലെ അഡ്മിറ്റഡ് ഫാക്ട്സ് ആണ്. CPM ഇതിൽ യാതൊന്നും അറിയില്ല. എന്തിനാണ് നിങ്ങൾ പിന്നെ CBI അന്വേഷണത്തെ എതിർത്തത്? നിങ്ങൾക്കിതിൽ പങ്കില്ലല്ലോ. അതാണ് ചോദ്യം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിധിന്യായം പോലെ തന്നെ CBI-യുടെ അന്വേഷണം സത്യസന്ധമായി പുറത്തു വരുമെന്ന് ഈ ഇരകളുടെ രക്ഷിതാക്കൾക്കെങ്കിലും ബോധ്യമായിരുന്നെങ്കിൽ ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ നികുതിപ്പണം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കി, കോടിക്കണക്കിന് രൂപയുടെ ചിലവിൽ ഇങ്ങനെയൊരു കേസ് പോയി CBI അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് പ്രസക്തമായ ചോദ്യമുണ്ട്. അഡ്വക്കേറ്റ് അസഫ് അലി, മുൻ DGP, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, CPM പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അസഫ് അലി ചോദിച്ച ചോദ്യം ഇതാണ്: കാര്യങ്ങൾ ഇത്രയ്ക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് അവസാനം കോടിക്കണക്കിന് രൂപ നമ്മളുടെ ഖജനാവിൽ നിന്ന് പാഴാക്കി CBI ഈ അന്വേഷണം നടത്തേണ്ടതില്ല എന്ന നിലപാടിൽ സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? ആ കുടുംബത്തിൻ്റെ ആവശ്യത്തെ മുൻനിർത്തി കുടുംബത്തോടൊപ്പം നിലയുറപ്പിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? കെ എസ് അരുൺകുമാർ, ഇന്ന് ഈ വിധി വരുമ്പോൾ CBI അന്വേഷണത്തിൽ തങ്ങൾ ഭാഗികമായി തൃപ്തരാണെന്ന് കുടുംബം പറയുമ്പോൾ അത് സർക്കാരിൻ്റെ മുഖത്തേറ്റ പ്രഹരം കൂടിയല്ലേ കെ എസ് അരുൺകുമാർ? യെസ്, ഞാനതിലേക്ക് വരാം. പക്ഷെ ഒറ്റ കാര്യം മറുപടി പറയണം.
ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ ആസഫ് അലി അഭിഭാഷകൻ എൻ്റെ സുഹൃത്താണ്, മുൻ DGP ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ്, ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് എൻ്റെ മുന്നിലിരിക്കുന്ന കേസ് ഡയറിയിലെ അഡ്മിറ്റഡ് ഫാക്റ്റ് എന്നതാണ്. ഒരു ട്രയൽ, ഒരു സെഷൻസ് കോടതിയിൽ ഒരു കൊലക്കേസിൻ്റെ ട്രയൽ പൂർത്തീകരിച്ച് വിധി പറഞ്ഞാൽ പിന്നെ എന്ത് കേസ് ഡയറിയിലെ അഡ്മിറ്റഡ് ഫാക്ട്സ്? അതല്ലേ മുഴുവൻ പരിശോധിച്ച് ആ കേസ് ഡയറിയിലുള്ള മുഴുവൻ കാര്യങ്ങൾ തെളിവായി കോടതി പരിശോധിച്ച് ഒരു ആധികാരികമായിട്ടുള്ള വിധി പറയുകയാണ്. ആ വിധിയിൽ 24 പേരിൽ 10 പേർ നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയക്കുന്നു. ആ ബാക്കി 14 പേരിൽ 4 പേർക്കെതിരെ 3 കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന ഏറ്റവും ചെറിയ ഒഫൻസേ നിൽക്കൂ എന്ന് പറയുന്നു. ബാക്കി 10 പേരെ ജീവപര്യന്തം തടവ് കിട്ടാവുന്ന 302 ഫൈൻഡ് ചെയ്യുന്നു. ആ വസ്തുതയും കോടതി ഫയലിൽ സ്വീകരിച്ച എക്സിബിറ്റ്സും സാക്ഷിമൊഴികളും എല്ലാം ആധികാരികമായിട്ടുള്ളപ്പോൾ അതാണ് നോക്കേണ്ടത്. കേസ് ഡയറിയിൽ പല കാര്യങ്ങളുണ്ടാവും, CBI പലതും കൊണ്ടുവരും. CBI കൂട്ടിലടച്ച തത്ത ഈ രാജ്യത്ത് കൊണ്ടുവന്ന പല കാര്യങ്ങളും ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയിട്ടുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വസ്തുതകളായിട്ട് പറയണം. നമ്മുടെ മുന്നിൽ ഒരു CPM നേതാവിനെതിരെയും ഗൂഢാലോചന ഫൈൻഡ് ചെയ്തിട്ടില്ല. ഒരു CPM നേതാവിനെയും CBI കണ്ടെത്തിയതിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണം തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതാണ് വസ്തുത. എവിടെയാണോ പ്രതിയുടെ കാര്യത്തിൽ അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഒരു ഗൂഢാലോചന മാത്രമല്ല, കൊലപാതകത്തിന് വേണ്ടി യോഗം വിളിച്ചു എന്നത് പോലും നമ്മുടെ മുന്നിലുണ്ട്. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺവോയ് പോലെ ഈ പ്രതികൾ അവിടെ എത്തി ഈ രണ്ടുപേരും നിഷ്ഠൂരമായി വധിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഈ കേസിൽ എന്തിനാണ് CBI വരുന്നതിനെ നിങ്ങൾ എതിർത്തത്? കുടുംബത്തിന്റെ ആവശ്യപ്രകാരം CBI അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ഈ സർക്കാർ ഈ കോടികൾ തുലച്ചത് ആർക്കു വേണ്ടിയാണ്? പാർട്ടിയിൽ നിന്ന് ഈ പണം ഈടാക്കുമോ? ഇത് അല്പസമയം മുമ്പ് ശരത് ലാലിന്റെ അച്ഛൻ സൂചിപ്പിച്ചതാണ്. അവർക്ക് ഈ കേസ് നടത്തിക്കാൻ ആവശ്യമായ ചെലവ് ആര് കൊടുക്കും? അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. ഒറ്റ കാര്യം, ഡോക്ടർ അരുൺ, തിരക്ക് കഴിയുമ്പോൾ ഈ കേസിലെ എക്സിബിറ്റ് 160 രേഖയുണ്ട്. അതിൽ 1-ാം പ്രതിയായ പീതാംബരൻ എഴുതി വച്ചൊരു കത്തായിട്ട് ഈ കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള രേഖ അത് താങ്കളൊന്ന് വായിച്ചു നോക്കണം. സമയക്കുറവ് കാരണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സിംഗിൾ ജഡ്ജ് ഇതിലെ കുറ്റപത്രം റദ്ദാക്കി. ഒരു ക്രിമിനൽ കേസിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന FIR, സെക്കൻഡ് FIR പോലും നിയമം അനുശാസിക്കുന്നതല്ല. കുറ്റപത്രം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 പേർ മരണപ്പെട്ട കേസിൽ കോടതി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ ഗവൺമെന്റ് അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ച് അത് ഫയലിൽ സ്വീകരിച്ച് അപ്പീൽ വിശദമായി വാദം കേട്ടിട്ട് ആ കുറ്റപത്രം റദ്ദാക്കിയ സിംഗിൾ ചെയ്തു. അല്ല CBI, ഞാൻ അതിലേക്കാണ് വരുന്നത്. CBI എൻക്വയറി സിംഗിൾ ജഡ്ജ് ഉത്തരവ് ചെയ്യാനായി അദ്ദേഹം കണ്ടെത്തിയ കാരണമാണ് ഈ കുറ്റപത്രം റദ്ദാക്കുന്ന സാഹചര്യം. അപ്പൊ ഒരിക്കലും നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഒരു സുപ്രീം കോടതിയിൽ പോയത് എന്തിനാണ്? ഞാൻ പറയട്ടെ. അല്ല, നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറയാൻ റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സിംഗിൾ ജഡ്ജിന്റെ ഉത്തരവിലെ തെറ്റുകളും അതുപോലെ കുറവുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിൽ പോയത്. ഡിവിഷൻ ബെഞ്ചിൽ ചെന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ നടന്നു. അതായത് കുറ്റപത്രം റിവൈവ് ചെയ്തു, പക്ഷേ പോലീസിനെതിരെ ആ പ്രാഥമിക അന്വേഷണത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ നിലനിൽക്കുകയാണ്. ആ പരാമർശങ്ങളുമായി ഇതൊന്നും ആവശ്യപ്പെടാതെ മറ്റൊരു കേസിൽ മുഖ്യമന്ത്രി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്കറിയാവുന്നതല്ലേ. സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ്. താങ്കൾ ചർച്ചയിൽ തുടരുക. സ്മൃതി പരുത്തിക്കാട് ചർച്ചയുടെ 2-ാം ഘട്ടത്തിലെത്തും. അഡ്വക്കേറ്റ് ആസഫ് അലി, എനിക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ, 10 സെക്കൻഡിൽ താഴെ സമയം. അങ്ങേക്ക് എന്തോ പ്രതികരിക്കാനുണ്ട്, കൈ ഉയർത്തി, അതുകൊണ്ട് മാത്രം. ഒറ്റ കാര്യം പറയാം. ഞാൻ പറഞ്ഞത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് എൻ്റെ മുമ്പിലുള്ള കള്ളാസിൽ ഞാൻ പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ ആ യോഗത്തിൽ ഈ പീതാംബരൻ സാക്ഷിയാക്കി ചേർത്തത് അല്ലല്ല, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ അട്ടിമറിയുടെ ഞെട്ടിക്കുന്ന കഥകളാണ് CBI കണ്ടുപിടിച്ചത്. അതാണ് പറയുന്നത്. അല്ല, വിധി വന്നു കഴിഞ്ഞാൽ കേസ് എന്ത് പ്രസക്തി എന്നാണ് അഡ്വക്കേറ്റ് ആസഫ് അലി അരുൺ ചോദിച്ചത്. സാങ്കേതികത്വമാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോയത് എന്തിനെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അരുണത്തിന് മറുപടി പറയും. അഡ്വക്കേറ്റ് ആസഫ് അലി നന്ദി. ഒപ്പം അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ ചർച്ചയിൽ തുടരുക. Debate with Dr. Arun Kumar.